എല്ലാവർക്കും മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ മന്ത്രി വാസവൻ കാറിൽ വന്നിറങ്ങുകയാണ്. വന്നിറങ്ങിയ ഉടൻ തന്നെ ബാങ്ക് മാനേജറെ വിളിച്ച് അല്പം മാറി നിന്ന് അവരെന്തൊക്കെയോ സംസാരിക്കുകയാണ്. മന്ത്രിയുമായി സംസാരിച്ചു കഴിഞ്ഞ ശേഷം ബാങ്ക് മാനേജർ നേരെ അച്ഛൻ്റെ അടുത്ത് ചെന്ന് ജപ്തി നീട്ടിവെച്ചിരിക്കുന്നു മാഷേ എന്ന് പറയുന്നു. അത് കേട്ട ഉടൻ തന്നെ മാഷ് അതിൻ്റെ ഉത്തരവ് എവിടെയാണ്, അത് രേഖാമൂലം തങ്ങൾ പിന്നീട് അറിയിച്ചോളാമെന്ന് പറയുമ്പോൾ സുധാകരൻ മാഷ് പറയുകയാണ്, അത് പറ്റില്ല. കാരണം ഞങ്ങൾ ഇന്ന് രാത്രി എങ്ങാനും ഇവിടെ കിടന്നുറങ്ങുമ്പോൾ നിങ്ങൾ ഈ വീട് ഇടിച്ചു തരത്തില്ലെന്ന് ആര് കണ്ടു? ഇത് കേട്ടയുടൻ തന്നെ മന്ത്രി വാസവൻ എന്തായാലും ഉടനെ അതുണ്ടാവില്ല, എന്താ അതുപോരെ എന്നും ചോദിച്ച് അവിടെ നിന്ന എല്ലാവരോടും തന്നെ അവിടെ നിന്നും എത്രയും പെട്ടെന്ന് മാറുവാൻ ആവശ്യപ്പെടുന്നു. പോലീസുകാരോടും നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടം ക്ലിയർ ചെയ്ത് പോകാൻ ആവശ്യപ്പെടുന്നു. ഇതെല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് പോരുന്നതിന് മുൻപായി മന്ത്രി വാസവൻ വേദയോടും മറ്റെല്ലാവരും കേൾക്കെ പറയുന്നു, ഇന്നലെ ഞാൻ നിന്റെ ഭർത്താവിനെ വിളിച്ച് സംസാരിച്ചിരുന്നു. ഇതെല്ലാം നിർത്തി എൻ്റെ കൂടെ ചേരാമെന്ന് പറയുകയാണെങ്കിൽ ഇതൊന്നും നടക്കില്ലെന്നും അവന് വേണ്ടത് പണം നൽകാമെന്നും ഞാൻ പറഞ്ഞതാണ്. പക്ഷേ അവൻ അതൊന്നും സമ്മതിച്ചില്ല. മാത്രമല്ല ഇപ്പോൾ എന്നെ വെല്ലുവിളിച്ചിട്ടാണ് അവൻ ഈ ജപ്തി ഒഴിവാക്കിയത്. അവൻ കളിച്ചതല്പം വലിയ കളിയാണ്. തൽക്കാലം അവൻ ജയിച്ചു, അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. പക്ഷേ ഒന്നും ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല എന്ന് അവനോട് പറഞ്ഞേക്കണം. ഇത്രയും പറഞ്ഞ് അവിടെ നിന്നും തിരിഞ്ഞു നടക്കാൻ ശ്രമിക്കുന്ന വാസവനെ പിടിച്ചു നിർത്തി വേദ, സർ, കുറച്ചു നേരത്തിനുള്ളിൽ വെറും മണ്ണും പൊടിയും മാത്രമായി അവശേഷിക്കാനിരുന്ന ഈ വീടിനെ ഇങ്ങനെ പിടിച്ചു നിർത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊന്നും തോറ്റു തരുന്ന ആളല്ല വിക്രം. ഇക്കാര്യം മനസ്സിൽ വയ്ക്കുന്നത് നല്ലതാണെന്ന് വാസവനോട് പറയുന്നു. ഇത്രയും പറഞ്ഞ ശേഷം മന്ത്രി വാസവൻ അവിടെ നിന്ന് പോകുന്നു. ഇതെല്ലാം കേട്ടുനിന്ന കമല, കണ്ടില്ലേ, അവസാനം വിക്രം തന്നെ വേണ്ടി വന്നു ഈ വീടിനെ ജപ്തിയിൽ നിന്ന് രക്ഷിക്കാൻ. MLA വന്ന് പറഞ്ഞ കാര്യങ്ങൾ നിനക്ക് അങ്ങനെയാണോ മനസ്സിലായതെന്ന് സുധാകരൻ മാഷ് ചോദിക്കുമ്പോൾ അത് നിന്റെ മനസ്സിൻ്റെ നന്മ കൊണ്ട് മാത്രമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ ഈ വീടിനെ കാത്തിരിക്കുന്ന വലിയൊരു അപകടം ഒളിഞ്ഞുകിടപ്പുണ്ട്. ഇത്രയും പറഞ്ഞ് സുധാകരൻ മാഷ് അകത്തേക്ക് പോകുന്നു. കാറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന MLA ആണ് ഇപ്പോൾ കാണിക്കുന്നത്. അദ്ദേഹം ഫോൺ എടുത്ത് നോക്കുമ്പോൾ തൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നിരിക്കുന്നു, യുവർ ഫാമിലി ഈസ് സേഫ് അറ്റ് ഹോം. അത് കണ്ടയുടൻ തന്നെ അയാൾ ഭാര്യയെ വിളിക്കുന്നു. ഭാര്യയോട്, നീ ഇപ്പോൾ എവിടെയാണ്? മോൾ എന്തി മോളുടെ കയ്യിലൊന്ന് ഫോൺ കൊടുത്തിയെന്ന് പറയുമ്പോൾ ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു ബർത്ത്ഡേ രാത്രി സമ്മാനിച്ചതിൻ്റെ ക്ഷീണത്തിൽ മോൾ ഉറങ്ങുകയാണെന്നും വീട്ടിൽ വന്നതിന് ശേഷം മാത്രം മോളെ കണ്ടാൽ മതിയെന്നും പറഞ്ഞ് ഭാര്യ ഫോൺ കട്ട് ചെയ്യുന്നു. തലേന്ന് രാത്രി നടന്ന സംഭവങ്ങൾ മന്ത്രി ഓരോന്നായി ഓർക്കുകയാണ്. മകനെ കാണാനായി ആശുപത്രിയിൽ നിന്നും മടങ്ങി വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ വീട് മുഴുവൻ ഇരുട്ടിലാണ്ട് കിടക്കുന്നത് കാണുന്നു. മെയിൻ സ്വിച്ച് ഓഫാക്കി വീടിനകത്ത് കയറി എല്ലായിടവും നോക്കുമ്പോൾ അവിടെയെങ്ങും ഭാര്യയും മകളെയും കാണുന്നില്ല. കേക്കിൻ്റെ അടുത്തായി ഇരിക്കുന്ന കത്തെടുത്ത് അയാൾ വായിക്കുമ്പോൾ തൻ്റെ ഭാര്യയും മക്കളും ആരോ തട്ടിക്കൊണ്ടു പോയിരിക്കുകയാണെന്നും സഹകരണ ബാങ്കിൻ്റെ ജപ്തി നിർത്തിവെച്ചാൽ മാത്രം മകളെയും ഭാര്യയും സുരക്ഷിതമായി രാവിലെ എത്തിക്കാമെന്നും പോലീസിനെ അറിയിക്കരുതെന്നുമുള്ളൊരു കുറിപ്പടി അയാൾ വായിച്ചതായി ഓർക്കുന്നു. ഇപ്പോൾ തൻ്റെ വീട്ടിലേക്ക് വരികയാണ് വിക്രം. വിക്രത്തിനെ കണ്ട സന്തോഷത്തിൽ വിനായകൻ അകത്തേക്ക് പോകുന്നു. അകത്തേക്ക് വരുന്ന വിക്രത്തിനോടായി വിനായകൻ ആവർത്തിച്ച് ചോദിക്കുന്നു, എന്ത് ചെയ്തിട്ടാണ് നീ ജപ്തി ഒഴിവാക്കിയത്? ഇത് കേട്ട വിക്രം അദ്ദേഹത്തോട് പറയേണ്ട രീതിയിൽ പറഞ്ഞുവെന്നും അതെന്താണെന്ന് പറയാൻ കൂട്ടാക്കാതെ വിക്രം നിൽക്കുന്നത് കാണുമ്പോൾ നന്ദിനിയേട്ടത്തി, വേറൊന്നുമായിരിക്കില്ല, ഇവൻ അവരെ തല്ലും കൊല്ലും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവും എന്നല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഒരു ചെറുചിരിയോടെ വിക്രം വീടിനകത്തേക്ക് പോകുന്നു. അകത്തേക്ക് വന്ന വിക്രത്തിനെ കണ്ട സന്തോഷത്തിലാണ് എല്ലാവരും മാറി മാറി ചോദിക്കുമ്പോഴും എന്താണ് കാരണമെന്ന് പറയാൻ വിക്രം കൂട്ടാക്കുന്നില്ല. അപ്പോൾ അമ്മ പറയുന്നു, എന്തായാലും ഈ വീടിനെ ഈ ജപ്തിയിൽ നിന്ന് രക്ഷിക്കാൻ നീ തന്നെ വേണ്ടി വന്നല്ലോ. ശ്രീജെ, കുറച്ച് കടുകും മുളകും ഇങ്ങെടുത്തേ, ഞാൻ ഇവനെ ഒന്ന് ഒഴിഞ്ഞിടട്ടെ. ഇപ്പോൾ അങ്ങോട്ടേക്ക് വന്ന സുധാകരൻ മാഷ് കമലയോടായി, ആദ്യം ജപ്തി ഒഴിവാക്കിയത് നേരായ വഴിയിലൂടെയാണോ എന്ന് അന്വേഷിക്കുക, എന്നിട്ട് മതി ഈ കണ്ണീർ ഒഴിവാക്കുന്നത്. എന്തൊക്കെയായാലും ഇവൻ കാരണമല്ലേ ഇപ്പോഴും ഈ വീടിനകത്ത് നിൽക്കാൻ പറ്റുന്നതെന്ന് കമല ചോദിക്കുമ്പോൾ അതിനെ എതിർക്കുകയാണ് മാഷ്. കമലയോടായി, നീ കേട്ടതല്ലേ ആ MLA ഇവിടെ നിന്ന് മടങ്ങുമ്പോൾ പറയുന്നത്, ഒന്നും ഇവിടം കൊണ്ട് അവസാനിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് സമയവും ഭയപ്പെട്ട് തന്നെ കഴിയണം. ഇപ്പോൾ വിജയേട്ടൻ അങ്ങനെയൊന്നും ഉണ്ടാവില്ല അച്ഛാ, കാരണം നമ്മളെ കുഴപ്പത്തിലാക്കുന്ന കാര്യങ്ങളൊന്നും വിക്രം ചെയ്യില്ല. അത് അമ്മയും ശരിവെക്കുന്നു. മാഷിന് ഇവൻ എന്ത് ചെയ്താലും കുറ്റം മാത്രം കണ്ടുപിടിക്കാൻ നോക്കുന്നതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. ഇവൻ അങ്ങനൊന്നും ചെയ്യില്ല. ഇതെല്ലാം കേട്ട മാഷ്, ഇവൻ നേരായ വഴിയിലാണ് ഈ ജപ്തി ഒഴിവാക്കിയതെങ്കിൽ അതെന്താണെന്ന് അവനോട് തന്നെ പറയാൻ പറ. എന്താ, നിനക്കിതിന് മറുപടിയില്ലേ എന്ന് വിക്രമിനോട് ചോദിക്കുന്നു. അമ്മയും വിക്രമിനോടായി ചോദിക്കുന്നു, മോനെ, നീ സത്യം പറ, നീ എന്തെങ്കിലും തെറ്റായ കാര്യം ചെയ്തിട്ടാണോ ഇപ്പോൾ ഈ ജപ്തി ഒഴിവാക്കിയത്? ഇതിന് മറുപടിയായി വിക്രം, അമ്മേ, ഞാൻ ഒരു കാര്യം ഉറപ്പ് പറയാം, ഇപ്പോൾ ഈ ജപ്തി ഒഴിവാക്കിയത് കൊണ്ട് നിങ്ങൾക്ക് ആർക്കും ഒരു കുഴപ്പവും ഉണ്ടാവില്ല. ഇത് കേട്ട നന്ദിനിയേട്ടത്തി, ഞങ്ങൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാകില്ലെന്ന് പറയുമ്പോൾ അപ്പോൾ നിനക്കോ? വിജയേട്ടനും വിക്രമിനോട് എന്താണ് നീ ശരിക്കും ചെയ്തതെന്ന് ചോദിക്കുന്നു. ഏട്ടനോടായി വിക്രം,
ഏട്ടാ, ചിലപ്പോൾ മുള്ളെടുക്കാനായി മുള്ളു തന്നെ വേണ്ടി വരില്ലേ എന്ന് ചോദിക്കുന്നു. ഇത് കേട്ട മാഷ്, കേട്ടില്ലേ കമല, ഇവൻ വീണ്ടും തെറ്റായ വഴിയിൽ കൂടിയാണ് എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നത്. ഒരു പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കേണ്ടത് നേരായ വഴിയിലൂടെ മാത്രമാണ്, അല്ലാതെ കാട്ടുനീതിയിലൂടെയല്ല. ഇത് കേട്ട വിക്രം, നേരായ വഴിയിലൂടെ പോകുന്നവരോട് മാത്രമേ നമ്മളും തിരിച്ചങ്ങനെ പെരുമാറാവൂ. കാരണം ഈ ജപ്തി നടപടികളെല്ലാം വാസവൻ കൊണ്ടുവന്നത് നേരായ വഴിയിലൂടെയല്ല. ഈ വീട്ടിലെ വെളിച്ചം തകർക്കാൻ നോക്കിയതും നേരായ വഴിയിലൂടെ അല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്തത് തെറ്റാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല എന്നും പറഞ്ഞ് വിക്രം അവിടെ നിന്ന് പോകുന്നു. വിക്രമിനെ ആശ്വസിപ്പിക്കാനായി പിന്നാലെ ചെല്ലുന്ന കമലയെ തടഞ്ഞു നിർത്തി മാഷ്, ഇതൊന്നും നല്ലതിനല്ല. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും അവസാനം ചോരയായിരിക്കും. ഇതൊക്കെ ചോരയിൽ ചെന്നേ അവസാനിക്കൂ എന്ന് പറയുന്നു. എല്ലാവരോടുമായി വിജയേട്ടൻ കൂടുതലൊന്നും ആലോചിക്കേണ്ട. എന്തായാലും ഇപ്പോൾ ഈ വീട്ടിൽ സ്വസ്ഥതയോടെ കഴിയാൻ പറ്റുന്നത് അവൻ കാരണമല്ലേ. തൽക്കാലം മറ്റൊന്നിനെപ്പറ്റിയും ആലോചിക്കേണ്ട എന്ന് പറയുന്നു. വിനായകനും അമ്മയോട്, അമ്മ ഒന്നിനെപ്പറ്റി ഓർത്ത് വിഷമിക്കേണ്ട എന്നും. വാസവൻ എങ്ങനെയാണോ നമ്മളെ ഉപദ്രവിക്കാൻ നോക്കിയത്, വിക്രമും ആ വഴി ഉപയോഗിച്ച് തന്നെ അയാളെ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചു കാണും. അതോർത്ത് അമ്മ വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ശ്രീജേടത്തി അമ്മയോട്, അമ്മേ, അച്ഛൻ പറഞ്ഞ പോലെ വിക്രമിൻ്റെ ഈ രീതികളൊക്കെ മാറ്റണമെങ്കിൽ ആ ശ്രീനിവാസനുമായുള്ള വിക്രത്തിൻ്റെ കൂട്ട് തന്നെ ആദ്യം അവസാനിപ്പിക്കണം. ഇത് കേട്ട വേദ, അത് ഞാൻ നോക്കിക്കോളാം ശ്രീജേടത്തി. വിക്രമിൻ്റെ ആ കൂട്ടുകെട്ട് അവസാനിപ്പിക്കാൻ വേണ്ടുന്നത് ഞാൻ ചെയ്തോളാം. ഇത് കേട്ട് നിന്ന അമ്മ, ഇത്രയും കാലം അവനെ നേർവഴിക്ക് നടത്താൻ നീ ശ്രമിച്ചിട്ട് എന്തായി? വല്ലതും നടന്നോ? ഓരോ തവണയും കൂടുതൽ കുരുക്കിലേക്ക് അവൻ ചെന്ന് പെട്ടിട്ടേയുള്ളൂ. ഇത് കേട്ട വേദ, എന്താ അതെല്ലാം ഞാൻ കാരണമാണെന്നാണോ അമ്മ പറയുന്നത്? വേദയുടെ ചോദ്യത്തിന് മറുപടിയൊന്നും തന്നെ പറയാതെ കമല അവിടെ നിന്ന് പെട്ടെന്ന് പോകുന്നു. മുറിയിൽ തനിച്ചിരിക്കുന്ന വിക്രത്തിൻ്റെ അടുത്തേക്ക് വേദ ചെല്ലുന്നു. അച്ഛൻ പറഞ്ഞതൊക്കെ തെറ്റാണെന്ന് വിക്രമിന് തോന്നുന്നുണ്ടോ? ഈ നടപടികളൊക്കെ നിർത്തിവെപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തോട് വിക്രം എന്താണ് ചെയ്തത്? പക്ഷേ വേദയുടെ ചോദ്യത്തിന് മറുപടിയായി, അതൊക്കെ ഞാൻ എന്തിനാണ് നിന്നോട് പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ തനിക്കതൊക്കെ അറിയണമെന്നും തന്നോടത് പറഞ്ഞേ പറ്റൂ എന്നും വേദ പറയുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി ആരെങ്കിലും തല്ലി ആശുപത്രിയിലാക്കിയോ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ ഇന്നേ വരെ ആവശ്യമില്ലാതെ ഒരാളെയും ഉപദ്രവിച്ചിട്ടില്ല എന്നും മാത്രമല്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തല്ല ഈ ജപ്തി ഇപ്പോൾ നിർത്തിവെച്ചതെന്ന് വിക്രം പറയുന്നു. എന്താ, ഞാൻ അറിയാൻ പാടില്ലാത്ത വല്ലതുമാണോ എന്ന് വേദ ചോദിക്കുമ്പോൾ, നീ അത് അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും എനിക്കെന്താ എന്ന് വിക്രം പറയുന്നു. എന്തായാലും താൻ ചെയ്ത കാര്യങ്ങൾക്ക് അവരെന്തായാലും ആരോടും ചെന്ന് പരാതി പറയാൻ പോകുന്നില്ല എന്ന് വിക്രം പറയുമ്പോൾ, അവരെന്ന് വെച്ചാൽ വാസവൻ്റെ വീട്ടുകാരാണോ? അവരോട് വിക്രം എന്താണ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ, രാത്രിയിൽ വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ ഭാര്യയും കുഞ്ഞും അവിടെ കാണാതിരുന്നാൽ ആരാണ് പേടിക്കാത്തത്? തുടർന്ന് നടന്ന കാര്യങ്ങൾ വേദയോട് ഓരോന്നായി പറയുന്നു. വാസവൻ MLAയുടെ വീടിന് മുൻപിലുള്ള പോസ്റ്റിൻ്റെ ലൈൻ കട്ട് ചെയ്ത് ക്യാമറയുടെ കണക്ഷൻ ഇല്ലാതാക്കുന്നു. തുടർന്ന് സുഹൃത്തുക്കളോടായി MLA ഈ വീട് വിട്ടു പോയ ഉടൻ തന്നെ നമ്മളുടെ വണ്ടി വരാൻ പറയണമെന്ന് വിക്രം അവരോട് പറയുന്നു. ഞാൻ അകത്ത് കയറിയ ഉടൻ തന്നെ നീ വീടിൻ്റെ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യണമെന്ന് അതിലൊരാളോട് വിക്രം പറഞ്ഞു ഏൽപ്പിക്കുന്നു. തുടർന്ന് വിക്രമും മറ്റൊരാളും ചേർന്ന് വീടിനകത്തേക്ക് കയറുമ്പോൾ വീടിനകത്ത് ആഘോഷങ്ങൾ നടക്കുകയാണ്. ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ തന്നെ വിക്രമിൻ്റെ സുഹൃത്ത് അകത്ത് കയറുന്നു. ഇപ്പോൾ വിക്രം പുറത്തു നിൽക്കുന്ന തൻ്റെ സുഹൃത്തിൻ്റെ ഫോണിലേക്ക് പവർ ഓഫ് ചെയ്യാനായി മെസ്സേജ് അയക്കുന്നു. ഇത് കേട്ട ഉടൻ തന്നെ അയാൾ പവർ ഓഫ് ചെയ്യുന്നു. ഈ സമയത്താണ് വാസവൻ്റെ ഫോണിലേക്ക് ആശുപത്രിയിൽ നിന്നുള്ള കോൾ വരുന്നത്. കോൾ വന്ന അല്പനേരത്തിനുള്ളിൽ തന്നെ MLA മകളോടും ഭാര്യയോടും പറഞ്ഞ് അവിടെ നിന്ന് മടങ്ങുന്നു. ഈ സമയത്ത് തന്നെ ഇവിടെ നിന്ന് പോകണോ എന്ന് ഭാര്യ ചോദിക്കുമ്പോൾ, കുഴപ്പമില്ലെന്നും ഞാൻ KCBയിൽ വിളിച്ച് പറഞ്ഞോളാമെന്നും വാസവൻ പറയുന്നു. MLA അവിടെ നിന്ന് പോയ ഉടൻ തന്നെ വിക്രമും മറ്റു സുഹൃത്തുക്കളും ചേർന്ന് വാസവൻ്റെ ഭാര്യയും മകളെയും ഭയപ്പെടുത്തുന്നു. ഇത്രയും ആയപ്പോൾ തന്നെ പേടിച്ച് തല കറങ്ങി വീണിരിക്കുകയാണ് MLAയുടെ ഭാര്യ. പിന്നീട് അവർ കണ്ണു തുറന്നു നോക്കുമ്പോൾ അവരെ മറ്റൊരു സ്ഥലത്ത് കെട്ടിയിട്ടിരിക്കുകയാണ്. അവിടേക്കായി അനിയൻകുട്ടൻ വരുന്നു. കയ്യിൽ 2 ഗ്ലാസ്സിൽ ചായയുമുണ്ട്. നിങ്ങൾ പേടിക്കണ്ട, നിങ്ങളെ ഞങ്ങൾ ഒന്നും ചെയ്യില്ല. പകരം നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഒരു കാര്യം ചെയ്തു തന്നാൽ മാത്രം മതി എന്ന് പറയുന്നു. ഞങ്ങളുടെ വിക്രമിന് പറയാനുള്ളത് മുഴുവൻ നിങ്ങളൊന്ന് കേൾക്കണം. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം. ഇത്രയും പറഞ്ഞ് അവരുടെ വായിലെ കെട്ടഴിക്കുന്നു. കുടിക്കാനായി ഗ്ലാസുകൾ നീട്ടുമ്പോഴും അത് വേണ്ടെന്ന് വെക്കുകയാണ് അവർ. അങ്ങോട്ടേക്ക് വിക്രം കടന്നു ചെല്ലുന്നു.